മുതൽ നമ്മൾ ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. വേറെ ഒന്നല്ല, നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ ഒരുപാട് സീരീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെ. 50 ഡേയ്സ്, 60 ഡേയ്സ്, അതുപോലെ 30 ഡേയ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ ലോങ് വീഡിയോസിലൂടെ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, പല രീതിയിൽ ഹിന്ദി എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താണ്, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പലയിടത്തും സ്റ്റക്കായി പോകുന്ന ഒരു കാര്യമുണ്ട്. എന്താ, കുറെ വാക്കുകളുടെ അർത്ഥങ്ങൾ അല്ലെ. ഇപ്പൊ ഐ ആം ബിസി എന്ന് പറയുമ്പോ ആ ബിസി എന്നുള്ള വേർഡ് ഹിന്ദിയിൽ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞവരാണെങ്കിലും, ഇനി അതല്ല പുതിയതായിട്ട് കാണുന്നവരാണെങ്കിലും, ഹിന്ദി സംസാരിക്കാനായിട്ട് നിങ്ങൾ തുടങ്ങുകയാണെങ്കിലും ആദ്യം തന്നെ നമ്മൾ കുറെ വാക്കുകളുടെ അർത്ഥങ്ങൾ പഠിക്കണം അല്ലെ. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ 1000 വേർഡ്സ് ഹിന്ദിയിൽ പഠിക്കാൻ പോവാണ്. ഓക്കെ, വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമൊന്നുമല്ല. എന്നും ഒരു 6 വേർഡ്സ് നോക്കുന്നുള്ളൂ. നമ്മൾ എല്ലാ ദിവസവും ഷോർട്സിലായിട്ട് സീരീസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, 1, 2, 3 ഇങ്ങനെ ക്ലാസ്സുകൾ പോകുന്നതായിരിക്കും. അപ്പൊ ഒരു ദിവസം ഒരു 6 വേർഡേ പറയുന്നുള്ളൂ. കാരണം 10 വേർഡ്സ് നമ്മൾ പുതുതായിട്ട് പഠിക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് വരും അല്ലെ. അപ്പൊ നമ്മൾ സെന്റൻസ് ഒക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ദിവസം നമ്മൾ 10 വേർഡ് പഠിച്ചു. ഓക്കെ, അപ്പൊ ഇന്ന് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. അപ്പൊ അതൊക്കെ പഠിച്ചിട്ട് പിന്നെ അങ്ങോട്ട് വലിയ വലിയ വേർഡ്സുകൾ പഠിക്കാം കേട്ടോ. ഓക്കെ, ഇരിക്കുക എന്ന് പറയാനായിട്ട് ഹിന്ദിയിൽ എന്താ, ബൈഠ്ന അല്ലെ. ബൈഠ്ന എന്ന് പറഞ്ഞാൽ ഇരിക്കുക. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു പോവുക. അപ്പൊ നമ്മൾ ഇരിക്കൂ എന്ന് പറയാനായിട്ട് അതിന്റെ ഒരു ഓ സൗണ്ട് പ്രയോഗിച്ചാൽ മതി. ഓക്കെ, ബൈറ്റോ, ആ ബൈഠ്നയുടെ നാ കട്ടിയത് ഓ സൗണ്ട്, ബൈറ്റോ, ഇരിക്കൂ എന്ന് പറയുന്നതാ. ഇനി ഈ ബൈഠ്ന എന്നുള്ള വേർഡിന്റെ കൂടെ ഹേ പറഞ്ഞു കഴിഞ്ഞാൽ നം എന്നുള്ളൊരു പ്രയോഗമാവും. ഇപ്പൊ എനിക്ക് ഇരിക്കണം എന്നാണ് പറയണെങ്കിൽ ഇരിക്കണം, ബൈഠ്ന ഹേ. അപ്പൊ ആ ഒരു വേർഡിന്റെ, ബൈഠ്ന എന്നുള്ള വേർഡിന്റെ കൂടെ ഒരു ഹേ പ്രയോഗിച്ചു, അത്ര വ്യത്യാസം വരുന്നുള്ളൂ. അപ്പൊ നമുക്കൊരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പൊ ഞാൻ പറയാണ് എനിക്കൊന്ന് ഇരിക്കണം എന്ന് പറയുകയാണെങ്കിൽ മുജെ ജറ ബൈഠ്ന ഹേ. അവിടെ റിക്വസ്റ്റ് രൂപത്തിൽ ഒന്ന് എന്ന് നമ്മൾ പറയുന്നില്ലേ, എനിക്കൊന്ന് ഇരിക്കണം. അവിടെ ഒന്ന് എന്ന് പറയുമ്പോൾ ജറ എന്നുള്ള വേർഡാണ് വരുന്നത്. ക്ലിയർ ആയോ? അപ്പൊ മുജെ ജറ ബൈഠ്ന ഹേ, എനിക്കൊന്ന് ഇരിക്കണം. ആ ബൈഠ്ന എന്നുള്ള വേർഡിന്റെ കൂടെ ഒരു ഹേ പറഞ്ഞു. അപ്പൊ നം നം ആ ഒരു പ്രയോഗം വന്നു. ക്ലിയർ ആയോ? ഇനി അതുപോലെ ഓടുക എന്ന് പറയാനായിട്ട് ദൗഡ്ന എന്നാണ്. അപ്പൊ ഓടു എന്ന് പറയാനായിട്ട് ഓ സൗണ്ട്, ദൗഡോ, ഓടണം, നീ വേഗം ഓടണം. അവിടെ ഓടണം എന്ന് പറയാനായിട്ട് ദൗഡ്ന ഹേ. ക്ലിയർ ആവുന്നുണ്ടോ? എല്ലാ വെർബിന്റെ കൂടെ ഈ ഒരു മാറ്റാണ് വരുന്നത്. ഓക്കെ, കാന എന്ന് പറഞ്ഞാൽ കഴിക്കുക, കാന കാന ഭക്ഷണം കഴിക്കുക കേട്ടോ. ഇനി കുടിക്കുക എന്ന് പറയാൻ പീന. ഓക്കെ, ഇനി അതുപോലെ തന്നെ കേൽന എന്ന് പറഞ്ഞാൽ എന്താ, കളിക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ആദ്യം വളരെ സിമ്പിൾ ആട്ടോ പറയുന്നത്. ഇനി കുളിക്കുക എന്ന് പറയാനായിട്ട് നഹാന. നഹാന എന്ന് പറഞ്ഞാൽ കുളിക്കുക. അപ്പൊ വേഗം കുളിക്കുന്നു എന്ന് പറഞ്ഞു നോക്കിയേ. വേഗം എന്ന് പറയാൻ ജൽദി, ജൽദി നഹാവോ, ഓ സൗണ്ട്, ജൽദി നഹാവോ. അല്ലെങ്കിൽ എനിക്ക് കുളിക്കണം, മുജെ നഹാന ഹേ. അവിടെ ഹേയുടെ പ്രയോഗം വന്നു, മുജെ നഹാന ഹേ. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഇന്ന് ഫസ്റ്റ് ഡേ ആണ്, കുറച്ച് ഇൻട്രോ വന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ സെന്റൻസ് ആയിട്ട് പറയാൻ പറ്റിയിട്ടില്ല. എന്നാൽ പോലും ഇന്നത്തെ 6 വേർഡ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ,